ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈയിടെയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അയർലൻഡിലേക്ക് നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോകാം. പണ്ടൊക്കെ OET അല്ലെങ്കിൽ IELTS കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തുള്ളവരൊക്കെ പറയായിരുന്നു, അവൻ അല്ലെങ്കിൽ അവള് ഉടനെ പുറത്തു പോകും, നമുക്ക് OET കിട്ടി അല്ലെങ്കിൽ IELTS കിട്ടി, ഇനിയിപ്പോൾ അധികം നാൾ ഇവിടെ കാണത്തില്ല, ഉടനെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം OET അല്ലെങ്കിൽ IELTS കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ജോലി കിട്ടിയ പോലായിരുന്നു. പിന്നീട് കാലം മാറി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ജോലി കിട്ടിയ പോലായി. പിന്നെ അധികം നാൾ ഇവിടെ കാണത്തില്ല, ഉടനെ പുറത്തു പോകും എന്നൊക്കെയായി. ഇപ്പൊ അതും മാറി, പിൻ നമ്പർ കിട്ടിയാലേ ഏകദേശം അയർലൻഡിലൊക്കെ ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഡിസിഷൻ ലെറ്റർ കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ OET പാസ്സായതിനു ശേഷം ഞാൻ കേട്ടിട്ടുള്ളത്, നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ഡിസിഷൻ ലെറ്റർ കിട്ടിയവർക്കാണ് പ്രയോറിറ്റി എന്ന്. ഇന്നിപ്പോൾ ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ടും കാര്യമില്ല. ഇപ്പൊ കൂടുതലും ചോദിക്കുന്നത് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെയാണ് കൂടുതലും HSCയിലൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, HSCയിൽ അതിന് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടോ, വേക്കൻസീസ് ഉണ്ടോ? ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ ഒരു ഡൗട്ട് കാരണം ഞാൻ HSC ജോബ് സെർച്ചിലൊക്കെ കയറി സെർച്ച് ചെയ്തു. പണ്ടൊക്കെ 10-23 പേജസോളം നഴ്സസിന്റെ ജോബ് കാണിച്ച സ്ഥാനത്ത് ഇപ്പം 5 പേജേ കിടപ്പുള്ളൂ. HSC ജോബ് സെർച്ചിൽ കയറി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിൽ കൂടുതലും CNM പോസ്റ്റിലേക്കും ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കുമാണ്. നഴ്സസിന്റെ വേക്കൻസി HSC കിടക്കുന്നത് കൂടുതലും മെന്റൽ ഹെൽത്തിലേക്കും അതേപോലെ തന്നെ എമർജൻസിയിലേക്കുമാണ്. കൂടുതൽ എന്ന് പറയാൻ പറ്റത്തില്ല, വിരലിൽ എണ്ണാവുന്ന അത്രയും ഉള്ളൂ വേക്കൻസീസ് നഴ്സസിൻ്റെത് മെന്റൽ ഹെൽത്തിലും അതേപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും കിടക്കുന്നത്. സോ അതാണ് ഇപ്പോൾ HSCയിലെ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ മാറി മറിഞ്ഞേക്കാം. അയർലൻഡിൽ HSCയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിഷമിക്കേണ്ട. കാരണം ഇവിടെ ഇപ്പം മന്ത്ലി ആണ് ചേഞ്ചസ് നടക്കുന്നത്. ഈ മാസം ഇങ്ങനെയാണെങ്കിൽ അടുത്ത മാസം വേറൊരു രീതിയിലായിരിക്കും. ഇപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കൂടുതലും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ മാസം ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ HSCയുടെ കാര്യം ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ പ്രൈവറ്റിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ പ്രൈവറ്റിന് ഞാൻ കൂടുതലും ചെക്ക് ചെയ്തത് ഇതുപോലെ ജോബ്സ്.ai, അതുപോലെ ഇൻഡീഡ്, ഐറിഷ് ജോബ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പ്രൈവറ്റിൽ നഴ്സിംഗ് ഹോംസിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ വേക്കൻസീസ് കിടപ്പുണ്ട്. അപ്പം അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർ HSC നോക്കിയിരിക്കാതെ ഇതുപോലെ വേക്കൻസീസ് ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസോ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അതും കൂടുതലും പ്രൈവറ്റിൻ്റെ ഒക്കെ ഏജൻസി ത്രൂ ആയിരിക്കും. അപ്പം നല്ലൊരു ഏജൻസി ത്രൂ നിങ്ങൾ അതിന് ട്രൈ ചെയ്യുക. മിക്ക ഏജൻസീസും അവരുടെ കൂടെ തുടക്കം തൊട്ടേ ഉള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നുള്ളൂ. DL കിട്ടി കഴിയുമ്പോഴത്തേക്ക് എടുക്കത്തില്ല. അപ്പോൾ ഈ DL കിട്ടിയവർ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാത്തവർ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ തന്നെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു ഏജൻസിക്ക് ഒരു ഉത്തരവാദിത്വം കാണും നമ്മളെ അയർലൻഡിൽ എത്തിക്കുക എന്നുള്ളതിൽ. അപ്പം ഏത് ഇൻ്റർവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാലും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. അപ്പോൾ ഏജൻസി ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക, നല്ല ഏജൻസീസ് പറ്റിക്കപ്പെടാതെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.